ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി, ഖുർആൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ. ഒന്ന് തൊപ്പിടാൻ പറഞ്ഞാൽ ഓല് ഇടൂല, അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. ഒന്ന് മൗലൂദ് ഓതാൻ പറഞ്ഞാൽ ഓല് ഓതൂല, അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. നബിദിനം വന്നാല് ഒന്ന് ആഘോഷിക്കൂല ഓല്, അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. എന്നാ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളോട്, എനിക്ക് ആദ്യം വേണ്ടത് റസൂലിനെയാണ്, പിന്നെ മതി എനിക്ക് ഖുർആന്. കാരണം എന്താണെന്നറിയോ? വബാസ് ഫീഹിം റസൂലം മിൻഹും യത്ലു അലൈഹിം ആയാത്തിഹി. അള്ളാഹു ആദ്യം അയച്ചത് ആരെന്നറിയോ? റസൂലിനെയാണ്. പിന്നെയാണ് അള്ളാഹു ആ റസൂലിനോട് പറഞ്ഞത്, യത്ലു അലൈഹിം ആയാത്തിഹി, നബിയെ ഈ ആയത്തുകളെ അങ്ങ് പാരായണം ചെയ്തു കൊടുക്കണം, എന്നാലേ ആളുകൾ നന്നാവുള്ളൂ. ചേകന്നൂര് ഖുർആൻ ഓതി കൊടുത്തിട്ട് ആളുകളെ കാഫിറാക്ക ചെയ്തത്. ഈ ഖുർആൻ ആരെ ഓതി തരണ്ടേ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ മാത്രം ഇറങ്ങിക്കാണെങ്കിൽ ആരും നന്നാവൂല. എന്നാ ഖുർആൻ ഇറങ്ങാതെ റസൂല് മാത്രം ഇറങ്ങിക്കാണെങ്കിൽ ആളുകൾക്ക് അത് മതിയാവും. നിങ്ങൾ റസൂലിനെ അംഗീകരിക്കുക, എന്നിട്ട് ആ റസൂലിലൂടെ നിങ്ങൾ ഖുർആൻ പഠിക്കുക. അള്ളാന്റെ റസൂലിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങളെ പ്രശ്നം. കലിമത്ത് തൗഹീദ് ലോഹില്ലെന്ന് കലമോട് കൽപ്പന വന്നിലാഹിൽ നിന്ന്, ഉടനെയുതി വന്നതിനോട് കൽപ്പന പിന്നെയും ചേർത്തയുതി നീ അതിനോട് രണ്ടാം കലിമയും. അള്ളാഹു കലമിനോട് പറയാ, കലമേ നീ ലൗഹിൽ മഹ്ഫൂദിൽ എഴുത്. എന്തെയ്ത്? കലിമത്ത് തൗഹീദ് എഴുത്. മുജാഹിദീങ്ങളെ, വഹാബികളെ, ഇതൊന്ന് കേൾക്കണം കേട്ടോ. മുത്ത് നബിയെ സ്നേഹിക്കാതെ ഖുർആൻ മാത്രം കെട്ടിപ്പിടിച്ച് നടക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ ഈ വാക്കുകൾ. മുഹമ്മദ് എന്ന് ശ്രവിച്ചു രണ്ടാം കലിമയിൽ, ഉടനത് സുജൂദിൽ വീണു റബ്ബിനു താഴ്മയിൽ. അപ്പോൾ കലം ചോദിച്ചിലാഹിനോട്, യാ സയ്യിദി മുഹമ്മദാരാണെന്ന്. കലമേത്ത അദ്ദബ് പിന്നവർ കൗലിങ്ങനെ, സൃഷ്ടിച്ചതെല്ലാം നബി മുഹമ്മദ് ഹുബ്ബിനാ